ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക്ഡ്രോപ്പ് കണക്ഷൻസ്, യാദൃശ്ചികതകൾ. അഴിമതിക്കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ആരുടെ? ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാടാ, കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ TV ചാനൽ. ശ്രദ്ധിച്ചു കാണൂ. 70കളിൽ പൊലിഞ്ഞുപോയ തീവ്രാഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്തു ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ 2ാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ. ആ വട്ടമേനോന് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ കർത്തയുടെ പുറകെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ അത് വേണ്ടി വരും തോന്നുന്നില്ല സാർ. കേട്ടിട്ടില്ല ചിലരെ കുറിച്ച് ഇല്യൂഷൻ പോലെ എന്തെങ്കിലും പറയും, അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൻ സാർ അത്തരത്തിലുള്ള ആളാണെന്ന് എന്റെ വിശ്വാസം. കൊലയാളികൾ വരും, ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ. അപ്പന് മാത്രമല്ല, അപ്പൊ തനിക്കും തലയ്ക്ക് നല്ല സുഖമില്ല അല്ലേ? അന്ന് അയാളുടെ പുറകെ വിട്ടു. ഓർത്തിക്കേണ്ട വേണം, ഫോളോ ചെയ്താൽ മതി. പോയി വെറുതെ BP കൂട്ടിയത് മിച്ചം. ഹലോ, പറഞ്ഞ തുക മുഴുവനും വേണമെന്ന് അവരോട് പറയേ. I'll call up. അവിടെ നിൽക്കാൻ. Sir? Yeah. മേക്കാടൻ, അടുത്ത ഊഴം കർത്തയുടെ. ഇത് അവൻ തന്നെ ആയിരിക്കും ചെയ്തത്, ആ കാവ്യവേഷക്കാരൻ. മേക്കാടൻ, എനിക്ക് അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഡീറ്റെയിൽസ് കിട്ടാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ദിശ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ക്രൈമുകളുടെയും ക്രിമിനൽസിന്റെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ട്. നമുക്ക് അവിടെ അന്വേഷിക്കാം.
അറസ്റ്റ് ചെയ്യാൻ എന്ത് പ്ലാനാ അപ്പൻ സാറിന്റെ മനസ്സിൽ? ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം, മാർഗമല്ല. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാ മതി അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും ഫലമില്ല. കമ്പ്യൂട്ടറിൽ ഈ എലിയെ കുറിച്ചുള്ള വിവരങ്ങളില്ല. ഇനി ചായ കുടിച്ചിട്ടാവാം. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇന്ന് ചായ? ആണെന്ന് കൂട്ടിക്കോ. ഇതൊരു വീട് മാത്രമല്ല, ഓഫീസും ഹോസ്റ്റലും കൂടിയാ. ആരൊക്കെ വരുന്നു പോകുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാറില്ല. അങ്ങനെ വരുമ്പോ അറിയാലോ, ഗസ്റ്റിനെ അവരർഹിക്കുന്ന വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ദാസനല്ലേ ഇത്? ഇവന്റെ പടം എന്താ ഇവിടെ? മമ്മയ്ക്ക് അറിയോ ഇയാളെ? പിന്നെ അറിയില്ലേ, ദാസൻ. പണ്ട് ഞാൻ സ്വത്തവകാശ തർക്കവുമായി ചർച്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. അത് എഴുതിയത് ഇവനായിരുന്നു. പിന്നീട് ഒരിക്കൽ എന്നെ കാണാനും വന്നു. അന്ന് ഇവന് പ്രായം നന്നേ കുറവാ. പക്ഷെ മനസ്സുകൊണ്ട് ഇവൻ നമ്മുടെ ഗണേശിനെക്കാളും 100 ഇരട്ടി അഗ്രസീവ് ആയിരുന്നു. പിന്നീട് അറിഞ്ഞു, ആയുധം എടുത്ത് നാട് നന്നാക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഇവനും ചേർന്നു. മലബാറിൽ നടന്ന പല സ്റ്റേഷൻ ആക്രമണങ്ങളിലും പോലീസ് തെരയുന്ന പ്രതികളുടെ ലിസ്റ്റിൽ ഇവന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാവി, അന്നത്തെ വിപ്ലവകാരികളിൽ പലരും ഇന്ന് ആത്മീയവാദികളാ. ഇവന്റെ സ്ഥലം അത് ഓർമ്മയുണ്ടോ? സ്ഥലം വയനാട് ഭാഗത്ത് എവിടെയോ ആണ്. ഓക്കെ മതി, ബാക്കി കണ്ടുപിടിച്ചോളാം. കമോൺ. എന്റെ പൊന്നു സാറുമാരെ, അവനെ കുറിച്ച് ഒരു വിവരം എനിക്കറിയില്ല. എന്റെ അനിയനാണേലും ഉള്ളത് പറയാലോ. കുരുത്തം കെട്ടവനാ. ദാസൻ എന്നല്ലേ അവന്റെ പേര്? അത് പണ്ട്. ഇപ്പൊ ദുർഗാദാസനാ. ദുർഗാദാസൻ സ്വാമി. ഒരിക്കൽ കൽക്കട്ടയിൽ പോയിരുന്നു തലവെട്ടികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനേ. അവിടുന്ന് വന്നതിന് ശേഷം സ്വാമിയായത്. എന്നാലും എല്ലാരും കൊല്ലണോന്നുള്ള വിചാരം ഇപ്പോഴും മനസ്സ് മുഴുവനും. തലയ്ക്ക് സുഖമില്ലാണ്ടായി പോയോന്നാ എന്റെ സംശയം. അത് ഭർത്താവാ, സാധുവാ. അയ്യോ, ഞാൻ സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, എടുക്കാം. ചെല്ലു അങ്ങോട്ട് പോ. ഐ തിങ്ക് സാറേ, എന്റെ അളിയന്റെ അവളുടെ ആങ്ങളയുടെ അവന്റെ താമസം എവിടാന്ന് എനിക്കറിയാം. അങ്ങ് കാട്ടിനുള്ളിലെന്ന് വെച്ചാ ഏറെ കുറെ കാട്ടിനുള്ളിലേക്ക് പോണം. നടുക്കായിട്ട് വരും. പോയി. മുന്നോട്ട് വന്നാൽ ഞാൻ ഇയാളെ കൊല്ലും. Hey, no. You be here. I'll handle this.
ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവിടെ കയറരുത്. കേറിയാൽ ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന.